വൈഷ്ണവ് അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ്. അപ്പൊ ഏതെല്ലാം സാഹചര്യത്തിലാണ് ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഉപയോഗം എന്താണെന്നുള്ള ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ടെൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നിപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പൊ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ നോക്കാം. സോ വാട്ട് ഈസ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് refers to those actions or events that were happening for a particular time in the past. അതായത് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ നടന്നുകൊണ്ടിരുന്ന ആക്ടിവിറ്റീനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതായത് മുൻ വർഷത്തെ അല്ലെങ്കിൽ മുമ്പ് എപ്പോഴും ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സാം വാസ് റൈറ്റിംഗ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട്. സാം വാസ് റൈറ്റിംഗ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട്. അപ്പൊ എന്താണ് സാം ആ സമയത്ത് എന്താണ് ഒരു ലെറ്റർ അവന്റെ ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? when I was there Sam was writing a letter to his friend. ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോ സാം ഒരു ലെറ്റർ അവന്റെ ഫ്രണ്ടിന് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ ഒരു എന്താണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന ആക്ടിവിറ്റി, അപ്പൊ ആ ഒരു ടൈമിൽ ചെയ്തുകൊണ്ടിരുന്ന ആക്ടിവിറ്റി ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സെന്റൻസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാസ് വെർബ് പ്ലസ് വെർബ് പ്ലസ് ING. അപ്പൊ കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് സാഹചര്യത്തിലും നമ്മൾ ING ഫോം ഓഫ് ദ വെർബ് ആണ് നമ്മൾ നോർമലി ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ വാസും വേറും കൂടെ ഹെൽപ്പിംഗ് വെർബ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായി ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നതിന്റെ സെന്റൻസ് സ്ട്രക്ചറായി. ഈ വാസും വേറും എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് ചിലപ്പോൾ ഡൗട്ട് വരും അല്ലെ? വാസ് എവിടെ ഉപയോഗിക്കാം, വേറെ എവിടെ ഉപയോഗിക്കാം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. അപ്പൊ നമുക്ക് നോർമലി വാസ് ഉപയോഗിക്കുന്നത് നമ്മൾ ഇപ്പൊ വെർബ് എന്ന് പറയുന്ന സാധനം, അതായത് ഈ വാസും വേറും നമുക്ക് ഹെൽപ്പിംഗ് വെർബ്സ് ആണ്. അപ്പൊ ആ ഒരു എന്താണ് സിംഗുലർ കാര്യങ്ങളെ കുറിച്ച്, അതായത് സിംഗുലർ വെർബിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നോർമലി ഏതാണ് യൂസ് ചെയ്യുക? വാസ് യൂസ് ചെയ്യും. അതേസമയത്ത് അത് പ്യൂറൽ ഫോം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറും യൂസ് ചെയ്യും. അത്രേ ഉള്ളൂ ഇതിലെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സെന്റൻസ് സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് വാസ് വേറ് പ്ലസ് വെർബ് പ്ലസ് ING ആണ്. അതായത് ING ഫോം ഓഫ് ദ വെർബ്. അപ്പൊ ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ സെന്റൻസ് സ്ട്രക്ചർ ആവും. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എങ്ങനെ ഒരു എന്താണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മളൊരു സെന്റൻസ് ഫോം ചെയ്യുന്നത്. ഇനി ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഏതെല്ലാം സാഹചര്യത്തിൽ ഏതെല്ലാം സിറ്റുവേഷനിലാണ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ആദ്യമായിട്ട് നമ്മൾ അത് യൂസ് ചെയ്യും. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ആൻ ആക്ഷൻ ദാറ്റ് ഈസ് പ്രോഗ്രസ് ഇൻ ദ പാസ്റ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ആൻ ആക്ഷൻ ദാറ്റ് പ്രോഗ്രസ് ഇൻ ദ പാസ്റ്റ്. അതായത് പാസ്റ്റില് നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ടൈം പീരീഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടിവിറ്റിനെ കുറിച്ച് ഡിനോട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമുക്ക് ഉപയോഗിക്കാം. ഐ വാസ് സ്ലീപ്പിംഗ് വെൻ യു കെയിം ടു മൈ ഹോം. എന്താണ്, നീ എന്റെ വീട്ടിൽ വന്നപ്പോ ഞാൻ ഉറങ്ങുകയായിരുന്നു. അപ്പൊ ആ ഒരു ഞാനിപ്പം ഒരാളുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അദ്ദേഹം അവിടെ എന്താണ് ഉറങ്ങുകയായിരുന്നു. അപ്പൊ ആ ഒരു ആക്ടിവിറ്റി എന്താണ് ഒരു പാസ്റ്റിലെ ഒരു ടൈമിൽ ഇന്നലെ മിനിഞ്ഞോന്നോ എപ്പോഴോ ഒരു ടൈം പീരീഡിൽ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടിവിറ്റിനെ കുറിച്ച് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി ഏത് യൂസ് ചെയ്യുന്ന പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്ന മറ്റൊരു സാഹചര്യമാണ് നമ്മളിപ്പോ എന്താണ് ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, അതായത് പാസ്റ്റില് കഴിഞ്ഞ കാലഘട്ടത്തിലെ ഒരു ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഒപ്പം തന്നെ മറ്റൊരു കാര്യം ചെയ്യുന്നത്, അങ്ങനെയുള്ള സിറ്റുവേഷനിലെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ആൻ ആക്ഷൻ that took place when another
ഈസ് ഇൻ പ്രോഗ്രസ്. മറ്റൊരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നതിനൊപ്പം തന്നെ വേറൊരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യും. ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹി വാസ് റീഡിങ് എ ബുക്ക് വെൻ ഐ മെറ്റ് ഹിം. മനസ്സിലായില്ലേ? ഹി വാസ് റീഡിങ് എ ബുക്ക് വെൻ ഐ വാസ് മെറ്റ് ഹിം. ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ബുക്ക് വായിക്കുന്ന ഒരു ആക്ടിവിറ്റി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ എന്താണ്, ആ സമയത്താണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്, വേറൊരു ആക്ടിവിറ്റി അവിടെ നടക്കുന്നത്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്ന മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ഡിനോട്ട് ആൻ എ പെർസിസ്റ്റന്റ് ഹാബിറ്റ്. അതായത് നമുക്ക് എപ്പോഴും ഉള്ള ഒരു ഹാബിറ്റിനെ കുറിച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മളത് ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യും. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ദ ചിൽഡ്രൻ were always playing. The children were always playing. ആ കുട്ടികൾ എപ്പോഴും കളിക്കുകയാണ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയില്ല. അപ്പൊ അങ്ങനെ പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹാബിറ്റിനെ കുറിച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് ഏത് ടെൻസ് ആണ് യൂസ് ചെയ്യുക? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്തരം സാഹചര്യത്തിലാണ് നമ്മൾ നോർമലി പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതായത് ഇതിന്റെ സെന്റൻസ് ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ് വേർ പ്ലസ് വെർബ് പ്ലസ് ING, അതായത് ING ഫോം ഓഫ് ദ വെർബ്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമുക്ക് ആ സ്ട്രക്ചറിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ഓൺ ദ കമന്റ് ബോക്സ്. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. Thank you so much for watching.